സിന്ധു താഴ്വരയിലെ ആളുകൾ മെസൊപ്പൊട്ടേമിയയുമായി വ്യാപാരം നടത്തിയിരുന്നതായി എന്താണ് സൂചിപ്പിക്കുന്നത്? മുദ്രകൾ, നാണയങ്ങൾ, വാളുകൾ, പ്രമാണം. മെസൊപ്പൊട്ടേമിയയിൽ കണ്ടെത്തിയ മുദ്രകൾ സിന്ധു നദീതടവുമായി വ്യാപാരം നടന്നതായി തെളിവ് നൽകുന്നു. Hence the correct answer is option A. മുദ്രകൾ. സിന്ധു നദീതട നാഗരികതയുടെ കൃഷിക്ക് അനിവാര്യമായിരുന്ന നദി ഏതാണ്? നൈല്, ഗംഗ, സിന്ധു നദി, ബ്രഹ്മപുത്ര. സിന്ധു നദീതട നാഗരികതയുടെ കൃഷിയെ വളരെയധികം സഹായിച്ചിരുന്നു. Hence the correct answer is option C. സിന്ധു നദി. സിന്ധു താഴ്വരയിലെ ആളുകൾ ലോഹശാസ്ത്രം അഭ്യസിച്ചിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? ആഭരണങ്ങൾ, ഇരുമ്പ് വാളുകൾ, ചെമ്പ് നാണയങ്ങൾ, ഉരുക്ക് വസ്തുക്കൾ. വിവിധ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച ആഭരണങ്ങൾ ലോഹശാസ്ത്ര കഴിവുകളെ സൂചിപ്പിക്കുന്നു. Hence the correct answer is option A. ആഭരണങ്ങൾ. സിന്ധു നദീതടത്തിലെ അഗ്നിബലിപീഠങ്ങളുടെ തെളിവുകൾ ഏത് സ്ഥലമാണ് നൽകിയിരിക്കുന്നത്? ലോത്തൽ, കാളിബംഗൻ, ഹാരപ്പ, ധോലവീര. അഗ്നിബലിപീഠങ്ങളുടെ തെളിവുകൾ കാളിബംഗനിൽ നിന്നും ലഭിച്ചു. Hence the correct answer is option B. കാളിബംഗൻ. സിന്ധു നദീതടത്തിൽ ഏതുതരം മൺപാത്രങ്ങൾ സാധാരണമായിരുന്നു? കറുപ്പും ചുവപ്പും നിറത്തിലുള്ള കരകൗശല വസ്തുക്കൾ, നീല തിളങ്ങുന്ന കരകൗശല വസ്തുക്കൾ, വെളുത്ത കളിമൺ മൺപാത്രങ്ങൾ, ചീനക്കളി മൺപാത്രങ്ങൾ. കറുപ്പും ചുവപ്പും കലർന്ന മൺപാത്രങ്ങൾ സിന്ധു നദീതടത്തിൽ സാധാരണമായിരുന്നു. Hence the correct answer is option A. കറുപ്പും ചുവപ്പും നിറത്തിലുള്ള കരകൗശല വസ്തുക്കൾ. സിന്ധു നദീതട നാഗരികതയിൽ ഏത് തൊഴിലാണ് ഇല്ലാതിരുന്നത്? കർഷകർ, വ്യാപാരികൾ, യോദ്ധാക്കൾ, കുശവന്മാർ. സിന്ധു താഴ്വരയിലെ ജനങ്ങൾ ഒരു യോദ്ധാവിന്റെ വർഗത്തിന്റെ തെളിവുകൾ കാണിക്കുന്നില്ല. Hence the correct answer is option C. യോദ്ധാക്കൾ. സിന്ധു നദീതടത്തിലെ ജനങ്ങൾക്ക് മുത്തുകൾ കൊണ്ടുള്ള നിർമ്മാണം അറിയാമായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന വസ്തുക്കൾ ഏതാണ്? ചില്ല്, അക്കിക്കല്ല്, ടെറാക്കോട്ട, മഞ്ഞക്കുന്തിരിക്കം. സിന്ധു നദീതടത്തിലാണ് ടെറാക്കോട്ട മുത്തുകൾ സാധാരണയായി നിർമ്മിച്ചിരുന്നു. Hence the correct answer is option C. ടെറാക്കോട്ട.
ദീർഘദൂര വ്യാപാരത്തിൽ സിന്ധു താഴ്വരയിലെ ആളുകൾ ഏർപ്പെട്ടിരിക്കുന്നതായി എന്താണ് സൂചിപ്പിക്കുന്നത്? കപ്പലുകൾ, വിദേശ നാണയങ്ങൾ, വിദൂര ദേശങ്ങളിൽ നിന്നുള്ള കരകൗശല വസ്തുക്കൾ, സാഹിത്യം. വിദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള കരകൗശല വസ്തുക്കൾ ദീർഘദൂര വ്യാപാരം സൂചിപ്പിക്കുന്നു. Hence the correct answer is option C. വിദൂര ദേശങ്ങളിൽ നിന്നുള്ള കരകൗശല വസ്തുക്കൾ. മോഹൻജോദാരോയിലെ ഏറ്റവും വലിയ കെട്ടിടം എന്നറിയപ്പെടുന്നത്? ഗ്രേറ്റ് ബാത്ത്, കളപ്പുര, കലവറ, ക്ഷേത്രം, ആരാധനാലയം. മോഹൻജോദാരോയിലെ ഏറ്റവും വലിയ ഘടനയാണ് കളപ്പുരക്കുണ്ടായിരുന്നത്. Hence the correct answer is option B. കളപ്പുര. ഏത് സിന്ധു നദീതട നഗരമാണ് ജലസംഭരണികൾക്ക് പേരുകേട്ടത്? ലോത്തൽ, കാളിബംഗൻ, ഹാരപ്പ, ധോലവീര. വിപുലമായ ജലസംഭരണികളുടെ തെളിവുകൾ ധോലവീരയിലാണ് ഉള്ളത്. Hence the correct answer is option D. ധോലവീര. സിന്ധു നദീതട നാഗരികതയ്ക്ക് ഉയർന്ന സാക്ഷരതാ നിരക്ക് ഉണ്ടായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? മുദ്രകൾ, സാഹിത്യം, സ്കൂളുകൾ, കൊടിതോരണങ്ങൾ. ലിഖിതങ്ങളുള്ള മുദ്രകൾ സിന്ധു നദീതട നാഗരികതയുടെ ഉയർന്ന സാക്ഷരതാ നിരക്കിനെ സൂചിപ്പിക്കുന്നു. Hence the correct answer is option A. മുദ്രകൾ. സിന്ധു നദീതട നിവാസികളുടെ പ്രാഥമിക ആഹാരശീലം എന്തായിരുന്നു? നെല്ല്, ധാന്യം, ഗോതമ്പ്, ഓട്സ്. സിന്ധു നദീതട ഭക്ഷണക്രമത്തിൽ ഗോതമ്പ് ഒരു പ്രധാന ഭക്ഷണമായിരുന്നു. Hence the correct answer is option C. ഗോതമ്പ്. സിന്ധു നദീതട നഗരങ്ങൾക്ക് സവിശേഷമായ വാസ്തുവിദ്യാ സവിശേഷത എന്തായിരുന്നു? ഉയരമുള്ള ടവറുകൾ, ചെളിക്കുടിലുകൾ, നേരായ തെരുവുകൾ, അലങ്കരിച്ച കമാനങ്ങൾ. സിന്ധു നദീതട നഗരങ്ങളിൽ നേരായതും സംഘടിതവുമായ തെരുവുകൾ ഉണ്ടായിരുന്നു. Hence the correct answer is option C. നേരായ തെരുവുകൾ. സിന്ധു നദീതട മുദ്രകളിൽ സാധാരണയായി കാണപ്പെടാത്ത ഏത് മൃഗം? കടുവ, സിംഹം, കാണ്ടാമൃഗം, കുതിര. സിന്ധു നദീതട മുദ്രകളിൽ കുതിരകളെ സാധാരണയായി ചിത്രീകരിച്ചിരുന്നില്ല. Hence the correct answer is option D. കുതിര.
സിന്ധു നദീതട നാഗരികതയിൽ ശുചിത്വത്തിന് പ്രാധാന്യമുണ്ടായിരുന്നതായി എന്താണ് സൂചിപ്പിക്കുന്നത്? സമൂഹ സ്നാനശാല, തുറസ്സായ സ്ഥലം, മൃഗശാലകൾ, കളപ്പുരകൾ. സമൂഹ സ്നാനശാലകൾ സിന്ധു നദീതട സംസ്കാരത്തിലെ ശുചിത്വത്തിന്റെ പ്രാധാന്യം ഉണ്ടായിരുന്നതായി കാണിക്കുന്നു. Hence the correct answer is option A. സമൂഹ സ്നാനശാല.